CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് തമിഴ്നാട് മധുരയിൽ തുടക്കമായി. തിരഞ്ഞെടുപ്പിലൂടെ മാത്രം BJP-യെ നേരിടാൻ കഴിയില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത പ്രകാശ് കാരാട്ട് പറഞ്ഞു. താഴെത്തട്ടിലേക്കും അടിസ്ഥാന വർഗ്ഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയേറെ. മധുരയുടെ മണ്ണിനെ ചുവപ്പണിയിച്ച് 24ാം CPM പാർട്ടി കോൺഗ്രസിന് കൊടിയുയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ മുതിർന്ന നേതാവ് ബിവൻ ബോസ് പതാക ഉയർത്തി. BJP-യുടെ ഫാസിസ്റ്റ് ഭീഷണിയെ നേരിടുകയാണ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവ് നയമെന്ന് പ്രകാശ് കാരാട്ട്. BJP RSS combine manipulates subcaste identities to maintain the caste system as the basic framework of social relations in India. The CPIM and the left will be in the forefront against any compromising of India's sovereign interests. CPM-നെ മെച്ചപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് പാർട്ടി സംഘടനാ റിപ്പോർട്ട്. പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. വനിതകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ തീരുമാനങ്ങളുണ്ടാകണം. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. ആദിവാസി സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാരമുണ്ടാക്കാനും കഴിയണം. നഗരമേഖലയിൽ പാർട്ടിയുടെ പ്രവർത്തനം ശുഷ്കമാണെന്ന സ്വയം വിമർശനവും റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. മുഖ്യമന്ത്രി എന്ന പരിഗണനയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അപ്പോഴും 75 വയസ്സ് കഴിഞ്ഞ 6 പേർ PBയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ യുവാക്കൾക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ അവസരം നൽകാനാണ് പാർട്ടി ആലോചിക്കുന്നത്. KK ശൈലജ, CS സുജാത, തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം U വാസുകി എന്നിവരെയും പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം CPM-ന് കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ? കേരള ഘടകം MA ബേബിയുടെ പേര് നിർദ്ദേശിച്ചാൽ അതൊരു ചരിത്രമായി മാറും. മധുരയിൽ നിന്ന് ക്യാമറമാൻ സജികുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.